നമുക്കൊക്കെ ഒരെണ്ണം പൊട്ടും പൊടിയോ അയ്യപ്പനിക്ക് തരണമെന്ന് ഒരു വിനയപൂർവ്വം എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം മലപ്പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ പേര് എന്നെ മലത്ത് കിടത്തി കെട്ടി തൂക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? കൈയും ബുദ്ധി രാമൻ്റെ മുമ്പിൽ ഹനുമാനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹനുമാനായിട്ട് ആരുടെ മുമ്പിൽ നിൽക്കാൻ തയ്യാറില്ല. ഞാൻ രാമനായിട്ട് തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്. അവരാരും പറയാൻ പറയുന്നില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ 90% ആളുകളും അതിനോട് യോജിപ്പാണ്. ഇന്നിപ്പോൾ വർഗീയതമായിട്ട് വളരെ സംഘടിച്ച് ലീഗ് നേതൃത്വം അതിനെ ഇന്ന് വീതി ഊർപ്പിച്ച് അവർ ശക്തമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇനി UDFൻ്റെ ഭരണം കിട്ടിയാൽ ഒരു മാറാട്, ഇനിയും പല മാറാടും ഇവിടെ നടക്കും. ആ വിൽപ്പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതായിരിക്കും, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പാർട്ടി നയിക്കാനുള്ള ആ മെയ്വഴക്കമോ പ്രായോഗിക ബുദ്ധിയോ അദ്ദേഹത്തിന് വേണ്ടത്ര ഉണ്ടോ എന്ന് ഒരു ആത്മപരിശോധന സ്വയം നടത്തുന്നത് കൊള്ളാം. BDJS അവർ വേണ്ടത്ര വളർന്നോ എന്ന് ചോദിച്ചാൽ വളർന്നിട്ടില്ല. വളർത്തേണ്ടതാരായിരുന്നു? ഇവിടുത്തെ BJPക്കാരായിരുന്നു. അവരുമായിട്ടല്ലേ ചേർന്ന് നിൽക്കുന്നത്. 10 കൊല്ലം എന്ത് കിട്ടി? ഒരു ഷാജി കയറി മതമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചയില്ലല്ലോ. ലീഗിനകത്ത് തന്നെ ഒരുപാട് കയറിയിരിക്കുന്ന മുഴുവൻ തീവ്രവാദി മുസ്ലിങ്ങളാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സർവാദരണീയനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവர்களാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റ്. ഇപ്പോൾ വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലമാണെന്ന് തോന്നുന്നു. വളരെ ശക്തമായ ആരോപണങ്ങൾ അങ്ങേക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ ജീവിതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാദങ്ങളോ ആക്രമണങ്ങളോ ഒന്നും തന്നെ പുത്തരിയല്ല. എങ്കിലും ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതൊരു സമുദായം മാത്രമല്ല, ആ സമുദായത്തിൻ്റെ പിൻപിൽ ചാനലുകളും ആ വിവാദങ്ങൾ ഏറ്റെടുത്ത് എന്നെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു സമുദായത്തിൻ്റെ വിദ്വേഷപരമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നെ വേട്ടയാടാൻ കാരണമെന്തെന്ന് സമൂഹത്തിൽ അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിച്ചാൽ മനസ്സിലാകും. മുസ്ലിം ലീഗാണ് എന്നെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ നയങ്ങളെ എതിർത്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമുദായത്തെ ഒരിക്കലും ഞാൻ എതിർത്ത് നിർത്താമെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം സമുദായത്തിൽ എത്രയോ പേര് ഞാനുമായിട്ട് അടുത്ത ബന്ധം പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഉദാഹരണങ്ങൾ പലതും പറഞ്ഞു അത് ഞാൻ പിന്നീട് വേണ്ടി ആവർത്തിക്കാൻ വേണ്ടി പറയല്ല. ഞങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ SNDP യോഗത്തെ അക്കൗണ്ട്സ് മുഴുവൻ പരിശോധിച്ച് പാസ്സാക്കി അടിച്ചു തരുന്നത് മുസ്ലിമാണ്. SNDP യോഗത്തിന് കേസ് നടത്തുന്നത് മുസ്ലിമാണ്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും അവരുമായിട്ട് എനിക്കുണ്ടായിരിക്കുകയും ഞാനൊരു മുസ്ലിം വിരോധിയാണ് എന്ന് വരുത്താവുന്ന രീതിയിൽ അവർ വ്യാപകമായ പ്രചരണങ്ങളും അതിനുവേണ്ടി ആളുകളെ പ്രത്യേക ഇരുത്തിക്കൊണ്ട് പ്രചരണം, മീഡിയകളെ അതിന് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഞാനൊരു മുസ്ലിം വിരോധിയല്ല. നമ്മളെല്ലാം SNDP യോഗമായാലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെല്ലാം സ്വാതന്ത്ര്യ ചിന്തയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തെയാണ് വാഴുന്ന മാതൃകാസ്ഥാനമാകണമെന്ന സങ്കല്പത്തോടു കൂടി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആളാണ് ഞാൻ. SNDP ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ ഗുരുവിൻ്റെ ചിന്തയും ഭാവനയും പ്രവർത്തനങ്ങളും ആ ധർമ്മങ്ങളും മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാൾ ഒരിക്കലും ഒരു വർഗീയ ചിന്തയോട് പ്രതികാരപരമായി പറയാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല, ചെയ്യുന്നുമില്ല. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്നെ വർഗീയവാദിയൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണ് ഇന്ന് മുസ്ലിം നേതൃത്വം ചെയ്യുന്നതെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. അവരുടെ പുറകെ ഞാൻ കുഞ്ഞാടായിട്ട് നടന്നൊരു കാലമുണ്ട്. ആ കാലം അവരുടെ തടവറയിലായിരുന്നു. ആ തടവറയിൽ നിന്ന് ഞാൻ മോചിച്ചു. അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ കൂടെ നിന്ന് ഉപയോഗിച്ചു. ഇത് മനസ്സിലാക്കി അവരുടെ വിശ്വസ്തതയെ പോലും ഞാൻ ചോദ്യം ചെയ്തപ്പോഴും
അവർ ഇനി എന്നെ വിളിച്ചാൽ കിട്ടുകയില്ല, എന്നെ വിളിച്ചിട്ടുണ്ടാവുന്നു. ഞാൻ ഇല്ല, നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കില്ല. നിങ്ങളുമായിട്ട് ഒത്തു നടന്നതിൻ്റെ അനുഭവങ്ങൾ, നിങ്ങളെല്ലാം ഗുണങ്ങളും എടുക്കുകയും നിങ്ങളോടൊപ്പം നടന്ന് ഞങ്ങളെ എന്ത് ചെയ്തു? പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ സംവരണക്കാരായിട്ടും പിന്നോക്കക്കാരായിട്ടും നിർത്തിക്കൊണ്ട് എന്തെല്ലാം സമരങ്ങൾ നടത്തി. കേരളത്തിലും ഇന്ത്യയിലും ഡൽഹിയിലും വരെ ഞങ്ങൾ നടത്താൻ കൊണ്ടുപോയി. ഇതെല്ലാം ചെയ്തില്ലേ? അന്നെല്ലാം നമ്മുടെ പ്രതീക്ഷ എന്തായിരുന്നു? പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ LDF ഇറങ്ങിക്കൊണ്ട് UDF ആയ ഭരണത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നെല്ലാം പ്രലോഭിപ്പിച്ചു എന്ന് മാത്രമല്ല, അന്നെല്ലാം തന്നെ ഈ സംവരണത്തിൻ്റെ ന്യായം പറഞ്ഞുകൊണ്ട് NSSനുമായിട്ട് പോലും ഒരു നല്ലൊരു ബന്ധം പോകാൻ സാധിക്കാത്ത വിധത്തിൽ അവരുമായിട്ട് ഉടക്കിക്കാനും അവർക്ക് ഉടക്കണമെന്നുള്ള ഉദ്ദേശമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അങ്ങനെയും പ്രവർത്തിച്ചു അല്ലേ? പ്രവർത്തിച്ചു. കാരണം NSSുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർക്ക് ഒരിക്കലും അന്ന് ഇഷ്ടമല്ല. കാരണം സംവരണ സമുദായതല്ലേ, സാമ്പത്തിക സംവരണം അവര്, സാമുദായിക സംവരണം നമ്മൾ. അപ്പോൾ സാമുദായിക സംവരണക്കാരായ നമ്മൾ സാമ്പത്തിക സംവരണം തടഞ്ഞിരിക്കുന്ന NSSുമായിട്ട് ചേരാൻ പാടില്ല എന്ന് പറഞ്ഞ് പോരെങ്കിൽ അന്നും ഞാൻ ഈ നായർ ഈഴവ ഐക്യം ഹിന്ദു ഐക്യത്തെ പറ്റി പറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും അവരെന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട്, ആ ഒരു ചിന്ത ശരിയല്ല, അവരുടെ കൂടെ പോകരുത്, അങ്ങനെ പോകുന്നത് ശരിയല്ല, നമ്മളെല്ലാം പിന്നോക്കക്കാരാണ്, നമ്മൾ സംവരണ സമുദായക്കാരാണ്. ആ സംവരണ സമുദായം സാമ്പത്തിക സംവരണമാണ് നമ്മുടെ ലക്ഷ്യം, സാമുദായിക സംവരണമാണ് നമ്മുടെ ലക്ഷ്യം, മറ്റുള്ള സാമ്പത്തിക സംവരണക്കാരാണ്, അവർ ചതിയും ചന്തുമാരാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്കിതെല്ലാം നേടണമെന്നുകൊണ്ട് പ്രലോഭിപ്പിച്ച് ആ സഹോദര സമുദായ NSS നേതൃത്വത്തെ പോലും ഞാൻ വെല്ലുവിളിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയല്ല, ഇവരെല്ലാം ചെയ്തു. ഇതെല്ലാം ബുദ്ധിപരമായി അവർ പ്രവർത്തിച്ചു. ബുദ്ധിപരമായ എൻ്റെ അന്നത്തെ ആ ചിന്തയിൽ വന്ന ഒരു തെറ്റ് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ അനുഭവം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഭരണത്തിൽ വന്നല്ലോ അവര്. ഭരണം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സുഹൃത്തെ ഗൗരിയമ്മ, അതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരെല്ലാം പിന്നോക്ക സമുദായത്തിൻ്റെ വക്താക്കളൊക്കെ ഞങ്ങളോടൊപ്പം നിൽക്കല്ലേ? ഭരണത്തിൽ കയറിയ ശേഷം ഞാൻ ചോദിച്ചു, നമ്മളൊരു ആശയം വെച്ചാണല്ലോ, ഒന്ന് കൂടണ്ടേ, വിളിക്കണ്ടേ നമ്മളെല്ലാം കൂടെ ആ പിന്നോക്ക സമുദായം? വിളിക്കാനോ കൂടാനോ ഒരു ഭരണത്തിരിക്കുന്ന അത്രയും കാലം യോഗം പിന്നെ വിളിച്ചിട്ടില്ല. അപ്പം അതിനു മുമ്പ് ഇരിക്കാനും പഠിക്കാനും സമ്മേളനം നടത്താനും ഇതെല്ലാം വിവിധ മേഖലയിൽ പ്രസ്താവന ഇറക്കാനും എല്ലാം ഞാൻ മുമ്പിലുണ്ട്. മാത്രം ലക്ഷക്കണക്കിന് പൈസയാണ് മുടക്കിച്ചത്. അപ്പോൾ പോലും ഇവരാരും വേണ്ടത്ര മുടക്കിയിട്ടില്ല. അവരെല്ലാം എന്നെക്കൊണ്ട് മുടക്കിക്കും. നാം മാത്രമേ ബാക്കിയുള്ളവർ മുടക്കും. ചെറിയ സമുദായങ്ങളുണ്ട്, അവർക്കൊന്നും മുടക്കാൻ കഴിവില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്പത്തുള്ളവരാണ്. അപ്പോൾ പോലും എന്നോട് കടം മേടിച്ച് വണ്ടിക്ക് വിലയ്ക്ക് മേടിച്ച് പോന്നിട്ട് പോലും ഇന്ന് പോലും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. ആളുകൾ പേര് ഞാൻ പറയുന്നില്ല. ലീഗിൽ പോയപ്പോഴും അവിടെ കാശില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വരെ ചെയ്തപ്പോഴും കാശ് കൊടുത്തവനാണ് ഞാൻ. അതുകൊണ്ട് സംവരണത്തെ പറ്റി, സാമ്പത്തിക സംവരണത്തെ പറ്റി ഗവൺമെൻറ് അത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് കാശ് മുടക്കുകയും എവിടെ എത്തി? ഒന്നും എത്തിയില്ല. ഇതെല്ലാം അവരുടെ ഒരു സാമ്രാജ്യം. ഞങ്ങളെല്ലാം ഒത്തുകൂടി പലപ്പോഴും ചർച്ച ചെയ്തിട്ടും സുഹൃത്തെ അവരെന്തെല്ലാം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനം അപേക്ഷിച്ചില്ലെന്ന് പറഞ്ഞു. പുൽപ്പള്ളി എല്ലാ കൊല്ലം ഞങ്ങൾ അപേക്ഷിച്ചു. അവിടെ 25 ഏക്കർ കിടപ്പുണ്ട്. ആ പുൽപ്പള്ളിയിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അപേക്ഷിക്കാറുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കും, എയ്ഡഡ് കോളേജിൽ അപേക്ഷിക്കും. എല്ലാ പ്രാവശ്യവും അതിനുള്ള ഫീസും കിട്ടും, പരിശോധനയ്ക്ക് വരികയും ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ടത് പരിശോധന കഴിഞ്ഞ് പോകണമെന്നല്ലാതെ അനുവാദമില്ല. ഓക്കെ. ഇത് പറയല്ലേ ഞങ്ങൾക്ക് എല്ലായിടത്തും കോളേജ്. എവിടെയാണ് കോളേജ്? അന്ന് ലീഗിന്റെ കയ്യിലായിരുന്നല്ലോ വിദ്യാഭ്യാസ വകുപ്പ്. എല്ലാവരും അല്ലേ ഇരിക്കുന്നത്. ലബാസാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അതേ കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരിക്കുന്ന ലബാസാർ വരെ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. അവിടെ അതിനുള്ള ഫീസ് കെട്ടണമല്ല, ഫീസ് കെട്ടിട്ടാണ് എല്ലാം വരുന്നത്. ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, എൻ്റെ സമുദായത്തിന് ഒരു എയ്ഡഡ് സ്ഥാപനം ഒന്നും കൂടെ ഇല്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറയുന്നു. ഈ പ്രബുദ്ധത നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനം വേണ്ടേ? ഒന്നുമില്ല. അവിടെ ഒരു സ്വാശ്രയ കോളേജ് മാത്രമാണ് ഉള്ളത്.
ആ സ്വാശ്രയകൾ ഞങ്ങൾക്കൊന്നുള്ളപ്പോൾ ഇവർക്ക് 42 ഉണ്ട്, 48 48 ഉണ്ട്, 48 കോളേജുണ്ട്. 48 സ്വാശ്രയ കോളേജുണ്ട്, 7-8 വേറെയും. ഉം, ഉം, ഉം. ആതിരിക്കെ അതാണ് പൊക്കി പറഞ്ഞത്, ഇവരാരും തന്നല്ല, സ്വാശ്രയം ചവറ് പോലെ എല്ലാവരും കൊടുത്തിട്ടിരിക്കല്ലേ എന്ന്. അതെ. ശമ്പളം കൊടുക്കുന്ന സർക്കാരല്ലേ. പക്ഷെ ഈ സ്ഥിതിയെല്ലാം കണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ മുസ്ലിം ലീഗിനെ എടുത്തു തന്നെ പറഞ്ഞാണ്, മുസ്ലിം സമുദായത്തെ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യ ചിന്ത എന്ന് പറഞ്ഞ ആ ഗുരുവിൻ്റെ ആ ദർശനവും സന്ദേശവും മനസ്സിൽ വെച്ച് ഞാൻ ആരെ പറ്റി ഒരു സമുദായത്തെ ആക്ഷേപിച്ച് പറയാറില്ല. ഇവരെന്താ ചെയ്ത് ഉടനെ പറഞ്ഞ സമുദായത്തെ ആക്ഷേപിച്ചു. ഞാനൊരു സമുദായത്തെ ആക്ഷേപിച്ചില്ല, ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞു. ഇത് മുഴുവൻ ഇവരെടുത്തോണ്ട് പോയി. സർക്കാരാണ് ശമ്പളത്തിൽ കൊടുക്കുന്ന മിശ്രം. ലീഗല്ലേ, ലീഗെന്ന് സമുദായ അവരുടെ പാർട്ടിയല്ലേ ശമ്പളം കൊടുക്കുന്നത്. ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്. അതെ. ആ സർക്കാർ ശമ്പളം കൊടുക്കുന്ന ആ പാർട്ടിൽ ലീഗിന് ആ ജില്ലയിൽ മാത്രമുണ്ട് 12 മേൽ സ്വാശ്രയ കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ. സ്വാശ്രയ കോളേജ് 48 പേരെ കിടക്കുന്നത്, അതെ. 12 കിടക്കുന്നുണ്ട്. അതുകൂടാതെ അറബിക് കോളേജ്, ഈ അറബിക് കോളേജ് എയ്ഡഡാണ്. അത് 2.5 ഏക്കർ മതി. ഈ 2.5 ഏക്കർ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ആദ്യം അറബി എടുത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്സ് കോഴ്സുകൾ, ബികോം മെല്ലെ മെല്ലെ ആഡ് ഓൺ ചെയ്തല്ലേ, മെല്ലെ മെല്ലെ അതിൽ ചേർക്കും. അതും ഈടാക്കാവും. അങ്ങനെ UGC ശമ്പളം അവർക്കാവും. അപ്പൊ ഈ 2.5 ഏക്കർ തുടങ്ങുന്ന ഈ അറബിക് കോളേജും എയ്ഡഡ് കോളേജിന് തുല്യമാക്കി. അപ്പൊ എത്ര 10-18ഓളം കോളേജുകൾ എയ്ഡഡ് മലപ്പുറം ജില്ലയിൽ മാത്രം, 10-46ഓളം അൺഎയ്ഡഡ് കോളേജിൽ മലപ്പുറത്ത് മാത്രം. ഇതൊരു സാമൂഹ്യ നീതിയാണോ? മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്തരം സ്ഥാപനങ്ങളിൽ ശമ്പളത്തിൽ എത്ര ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുന്നത്? നിയമനം മാനേജരല്ലേ, ശമ്പളം സർക്കാരല്ലേ. നമുക്കൊക്കെ വരണം, പൊട്ടും പൊടിയും അയ്യപ്പനിക്ക് തരണമെന്ന് ഒരു വിനയപൂർവ്വം എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം മലപ്പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞുപോയി എന്നുള്ളതിൻ്റെ പേര് എന്നെ മലത്ത് കിടത്തി തൂക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? മലത്ത് അടിക്കുന്നത് ശരിയാണ്. പിന്നെ ഇഷ്ടമല്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാം എന്നെ കുറ്റം പറയാൻ കാര്യം കാത്തു നിൽക്കായിരുന്നു. കാരണം ഇവർ എന്നെ വിളിച്ചതാ, നമുക്ക് പണ്ട് തെറ്റിപ്പറ്റിപ്പോയി, വീണ്ടും വിളിച്ചു ഈ സമയത്ത്. അതൊക്കെ നേരത്തെ എന്നെ വിളിച്ചു, വാ നമുക്ക് പണ്ട് തെറ്റിപ്പോയി, ഇനി നമുക്ക് ആ തെറ്റെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ വിശ്വസിക്കാറൊക്കെ അല്ല. നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ടറിന് നരേന്ദ്ര കമ്മീഷൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആളുകളെ പോസ്റ്റ് ചെയ്ത കുറവ് പരിഹരിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ പിന്നോക്കാരനായ ഈഴവ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ ആ കുറവ് പരിഹരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ടറിന് ഒന്നുമില്ല? നിങ്ങളുടെ മാത്രം നിങ്ങൾ സാധിച്ചില്ലേ? അപ്പം നിങ്ങൾ കൂടെ നിന്ന് കാലാട്ടി ചവിട്ടിയില്ലേ? അങ്ങനെയാണ് ആ ഒന്നിച്ചു പോകേണ്ടത്. ഒന്നിച്ച് മല്ലനും മാധവനോട് കാട്ടിപ്പോലെ ആയിപ്പോയില്ലേ, ഇടക്കെട്ട് ഞങ്ങൾ പോയില്ലേ? ഇനി നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ സമുദായത്തോട് ഞാൻ എങ്ങനെ പറയുന്നത് എന്ന് പലപ്പോഴും എന്നെ ഇവർ വിളിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിക്കന്നെ. അപ്പോൾ എന്നെ കിട്ടുകയില്ലാന്ന് കണ്ടപ്പോൾ ഇനി എന്നെ ആടിയടിക്കാമെന്നുള്ള ആ ഒരു ദുരുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഇപ്പം തുടങ്ങിയല്ലേ, ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. ആദ്യത്തെ നിങ്ങൾ ആദ്യം ഓർക്കണം, ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കൊല്ലത്ത് ഒരു ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ അന്നത്തെ മന്ത്രിയും അവിടെ യോഗ്യതയില്ലാത്ത ഗൾഫ് കൺട്രീസിൽ നിന്നൊരു പ്രൊഫസറെ കൊണ്ടുവന്ന് അവിടുത്തെ വൈസ് ചാൻസലറാക്കി. ഞാൻ പറഞ്ഞത് ശരിയായില്ല. ഒരുപാട് കൊല്ലം എന്ന് പറഞ്ഞ SNDP ഹെഡ്ക്വാർട്ടേഴ്സ്, SN ഹെഡ്ക്വാർട്ടേഴ്സ്, ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സ്, ഒരുപാട് സമുദായ അംഗങ്ങൾ, ക്വാളിഫൈഡ് ആയ ആളുകൾ ഇവിടെ ഇരിക്കെ വിദേശത്ത് നിന്ന് ഒരാളെ കൊണ്ട് ഇവിടെ വയ്ക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, സമുദായത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. 14 യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ടായിട്ട് പോലും ഒറ്റ യൂണിവേഴ്സിറ്റി പോലും ഒരു ഒറ്റ ഈഴവനെ പോലും വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിട്ടില്ല. ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് എന്നോട് പറഞ്ഞില്ല. അവർ നേരെ അതിനെ ശക്തമായിട്ട് കുഞ്ഞാലിക്കുട്ടി ആ ചെയ്തത് കൊണ്ട് ശരിയാണ് എന്ന് എന്നെ ആക്രോശിച്ച് ഞാൻ വർഗീയവാദി എന്ന് പറഞ്ഞു. മാത്രമല്ല, എഡിറ്റോറിയൽ ചന്ദ്രികയിൽ വരെ എന്നെ ചീത്തയാക്കി എഴുതി. ഒരുപാട് അവരുടെ ചെറുതും വലുതുമായ സംഘടനകളെല്ലാം എന്നെ കടന്നാക്രമിച്ചു. ഞാൻ വർഗീയവാദിയാണ്, ഇത് ശ്രീനാരായണ പ്രസ്ഥാനമാണ്, ആ മതവും ജാതിയും ഒന്നും നോക്കാതെ നിർത്തേണ്ടതാണ്
എന്ന് പറഞ്ഞുകൊണ്ട് ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ തട്ടിത്തകർത്തുകൊണ്ട് അവരുടേതായ ഏകാധിപത്യം ശ്രമിച്ചപ്പോൾ അയാളിപ്പോൾ എവിടെ പോയി? ആ ഒരു യോഗ്യതയില്ലാത്ത ആൾ, ഗവർണർ തട്ടിപ്പേറ്റി വെച്ച യോഗ്യതയില്ല അയാൾ അഞ്ജനം എന്ന് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഗുരു ആരാണെന്ന് ഗുരുവിൻ്റെ പടം പോലും ജീവിതത്തിൽ കാണാത്ത ഒരാൾ, അദ്ദേഹം അവിടെ നിന്ന് പോകുന്നവരെ ഗുരുവിൻ്റെ ചിത്രം പോലും ആ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് വിൽക്കാതിരുന്ന ആളായിരുന്നു അദ്ദേഹം പോയി. അത് വന്നപ്പോഴും എന്നെ ശക്തമായിട്ട്, കാരണം വിളിച്ചപ്പോൾ പോയില്ലല്ലോ, കിട്ടിയ ഏതൊരു അവസരങ്ങളിലും ഇവരെന്നെ വെറുതെ വിട്ടിട്ടില്ല. രണ്ടാമത്തതും നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ നോമിനേറ്റ് ചെയ്യാറുണ്ട് എം പിമാരെ ഇവിടെ 9 എം പിമാരെ നോമിനേറ്റ് ചെയ്തു, ഇടതും വലതും ഗവൺമെൻറ്റുകൾ. അപ്പം ഞാൻ പറഞ്ഞു, ഈ നോമിനേറ്റ് ചെയ്ത 9 പേരും നോമിനേറ്റ് ചെയ്തതിൽ ഒരു പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനുമില്ല. അത് ശരിയായില്ല. ഇവിടെ തെരഞ്ഞെടുപ്പിൽ പലരും വന്നിട്ടുണ്ട്, അത് വന്നോട്ടെ, അതിൽ തെറ്റില്ല. ഇതിപ്പോൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നീതിബോധം കാണിച്ചില്ലല്ലോ. ഒരു പിന്നോക്കക്കാരനോ പട്ടികജാതിക്കാരനോ ഇല്ലാതെ ന്യൂനപക്ഷങ്ങൾ, അതിൽ 7 പേരും 2 പേര് ഭൂരിപക്ഷ സമുദായത്തിൽ, അതായത് 2 പേര് നായർ സമുദായത്തിൽ നിന്നും 7 പേര് ന്യൂനപക്ഷത്തിൽ നിന്നും, ആ ന്യൂനപക്ഷത്തിൽ തന്നെ 5 പേര് മുസ്ലിം സമുദായത്തിൽ നിന്നും. ഇത് ശരിയായില്ല, മാന്യമായില്ല എന്ന് പറഞ്ഞപ്പോഴും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ചെയ്തതാണ്. പക്ഷെ അവർ 2 പേരും ഒന്നും പറഞ്ഞില്ല. അപ്പോഴും ചാടി വീണത് ആരാണ്? ഞാൻ പറഞ്ഞത് നേരുണ്ടോ സത്യമുണ്ടോ ഒന്നും, സാമൂഹ്യ നീതി എന്നല്ലേ എല്ലാവരും പറയണത്. മതേതരത്വം ഇങ്ങനെ വായിക്ക് 4 വട്ടം വർത്തമാനം വേണ്ടി പറയല്ലേ? ഈ മതേതരത്വവും സാമൂഹ്യ നീതിയും പറയുന്നവർ ആ സമുദായ നീതി ഇതിനകത്ത് കാണിക്കണ്ടേ? ആ കാണിക്കാതെ പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ലേ? ഞാൻ SNDP ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിനും സമുദായത്തിനും അർഹതപ്പെട്ട് പറയാനും ചോദിക്കാനും ഉള്ള അർഹത എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മതവിദ്വേഷം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഒരു മുസ്ലിം വിരോധിയാക്കിക്കൊണ്ട് പിന്നെ അവരെ ചെറുതും വലുതും റാവുത്തർ സംഘടന വരെ യുവജനവും എല്ലാം പ്രതിഷേധം അവർ മാത്രമേ പ്രതിഷേധിച്ചുള്ളൂ. മൂന്നാമത്തതാണ് ഇതുകൂടെ കിട്ടിയപ്പോൾ അവർക്ക് ശക്തമായി മലപ്പുറത്ത് വെച്ചല്ലേ പറഞ്ഞത്, അവർ തട്ടകത്തിലല്ലേ എന്ന് പറഞ്ഞത്, അതവർക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പോൾ തട്ടകത്തിൽ കൂടി വന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഏതായാലും ശരിയാക്കണമെന്ന് കണക്കാക്കിക്കൊണ്ട് പിന്നെ കടന്നാക്രമണം ശക്തമാകുകയാണ്. അതുകൊണ്ട് ചില ചാനലുകളിലും കയറുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ഇത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ, ആർ ശങ്കർ ഇരുന്ന കാലത്ത് കിട്ടിയ കോളേജുകൾക്ക് ശേഷം നമുക്ക് എന്ത് കിട്ടി? അദ്ദേഹം അന്ന് കോളേജ് കൊടുത്ത കാലത്തും ചങ്ങനാശ്ശേരി നിന്ന് അപേക്ഷയില്ലാഞ്ഞിട്ട് അപേക്ഷ പോകുന്നതായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിയായിരുന്നാലും ചങ്ങനാശ്ശേരി പറഞ്ഞയച്ചിട്ട് അപേക്ഷ മേടിച്ചിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്, എല്ലാ സമുദായത്തിനും കൊടുത്തത്. അന്ന് കിട്ടിയതല്ലാതെ അതിനുശേഷം പല ഗവൺമെൻറ്റോടെ വന്നു പോയല്ലോ. നമുക്ക് കിട്ടിയ വേറെ 3 കോളേജ് ട്രസ്റ്റിന്, അത് ബേബി ജോൺ ഇവിടെ മന്ത്രിയായിരുന്ന കാലത്ത്, ചാത്തന്നൂരും ചെങ്ങന്നൂരും ഷൊർണൂരും. ഈ ശങ്കർ സാറുമായി ഇത് 60 കൊല്ലം കഴിഞ്ഞ മിശ്രേ, ഈ 60 കൊല്ലത്തിനുള്ളിൽ ബാക്കി സമുദായങ്ങൾ എത്ര എണ്ണം കൊണ്ടുപോയി എന്ന് ഒരു കമ്മീഷനെ വെച്ച് പരിശോധിക്കേ. കോളേജ് മാത്രമല്ല, എന്തുമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജ് അവർക്ക് കൊണ്ടുപോയെന്ന് മാത്രമല്ല, ഓരോ കോളേജ് എന്തുമാത്രം കോഴ്സ് ഉണ്ടെന്ന് നോക്ക്. നമുക്കൊരു കോളേജ് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മുടെ 3 കോളേജിന് സമയമാണോ അവരുടെ ഒരു കോളേജ്? കാരണം അതിൽ മാത്രം കോഴ്സുകളവിടെ. നമ്മൾ കോഴ്സും തിരിയില്ല, പോസ്റ്റും തിരിയില്ല. ഇത് ഞാൻ പറഞ്ഞാൽ എനിക്കൊന്ന് ഇപ്പോൾ SN കോളേജുകളിലൊക്കെ തന്നെ പുതിയ കോഴ്സുകൾ അനുവദിച്ച് കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ട് നമുക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? അവർക്കെല്ലാം ഇഷ്ടംപോലെ ഒപ്പിട്ടെടുത്തുകൊണ്ട് പോകല്ലേ. ഇത് ഞാൻ പറഞ്ഞ എന്താ തെറ്റ്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കമ്മീഷനായി ഈ ലീഗിൻ്റെ ഭരണകാലത്ത് അവരാർക്കെല്ലാം എത്രയെല്ലാം കോഴ്സ് കൊടുത്ത്, എത്ര കോളേജ് കൊടുത്ത്, എത്ര സ്കൂൾ കൊടുത്ത്, ഒന്നിനും സാർ ഒരു കണക്കെടുക്ക്. അപ്പോൾ അവർ സാമൂഹ്യ നീതിയാണോ സമുദായ നീതിയാണോ അവരുടെ മാത്രം സമുദായത്തിന് ഒപ്പിട്ടെടുക്കണം? അതും അവരുടെ സമുദായത്തിനല്ലപ്പാ, അവരുടെ സ്വന്തം വ്യക്തികൾക്കാണ് കൊടുക്കണതെല്ലാം. ചെന്നവർ പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കാം. എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞാക്കുമോ? ഞാൻ എൻ്റെ സമുദായത്തിന് എന്താ അർഹതപ്പെട്ടത് ചോദിച്ചാൽ ഞാൻ ജാതി പറയുന്നു എന്നല്ല, നീതി പറയുന്നു എന്ന് കാണണം. നിങ്ങളൊരു കാര്യം ഓർക്കും, കുറഞ്ഞ കാലം കൊണ്ട് മുസ്ലിം സമുദായത്തിനുള്ള സ്കൂളുകളുടെ എണ്ണം നിങ്ങൾക്കറിയാമോ എത്രയാണെന്ന്? ആ സ്കൂള് തന്നെ ഈ മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ ഇന്നുള്ളത് അവർക്ക് 4020 സ്കൂളുണ്ട് കേരളത്തിൽ അമ്പാടുമായിട്ട്.
അവരുടെ സമുദായത്തിൻ്റെ പല മേഖലയിലുള്ള ആളുകളുമായിട്ട്. അതേപോലെ ഈഴവ സമുദായത്തിലുള്ള എത്രയാണ്? 370. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ 370 എപ്പോൾ കിട്ടിയതാണ്? ചങ്കർദാറിനുണ്ടായിരുന്ന കാലം തൊട്ടുള്ള ജില്ല കിട്ടിയതാണ്. ഈ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങേ ആ വർഗീയവാദിയാക്കുന്നത്. വർഗീയവാദി, ഞാൻ വർഗീയവാദി സാമൂഹ്യ നീതിയല്ലേ. അതുപോലെ കോളേജിൻ്റെ കാര്യം വരുമ്പോഴും ഇവർക്ക് എത്ര കിട്ടി? കുറഞ്ഞ സമയം കൊണ്ട് അധികാരത്തിൽ നിന്ന് 42 കേരള ഒട്ടിക്കൊപ്പിട്ട് അവർക്ക് കൊടുക്കാനും അവരുടെ സമുദായത്തിന് അവരതുകൊണ്ട് പ്രബുദ്ധരായി വളർന്നോട്ടെ. പക്ഷേ അതിന് താഴെ ഈ ചീര ഇവിടെ നിൽപ്പുണ്ട് ഇല്ലേ? അവരെല്ലാം വളർന്നു വരുമ്പോൾ ആ മരത്തിന് താഴെ ഒരു ചീര നിൽപ്പുണ്ട്. ചീര കൂടെ വളരാനും അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? ആ പാട്ട് കീഴവിനുള്ള 18 കോളേജാണ്. ഓക്കെ. ഈ നീതി ആ 18 കോടി കോഴ്സ് എത്രയാണ്? വളരെ കുറവ്. ഈ കുറവ് പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ജാതി പറഞ്ഞൊന്നതാണ്, നീതി പറയുന്നതെന്നല്ലേ മനസ്സിലാക്കട്ടെ. അതെ. ഒന്ന് മനസ്സിലാക്കണം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ ജനറൽ സെക്രട്ടറി എന്ന് പോലെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് ചോദിക്കണ്ടേ? ആ സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഭരണഘടന വകുപ്പ് 3B എഴുതിയിട്ടുണ്ട്. ഈഴവൻ്റെ ലൗകികം, വിദ്യാഭ്യാസം, ആരാധന, വ്യവസായം ഉൾപ്പെടെയുള്ളത് കേരളത്തിൽ ഇവിടെ അരിപ്പുറത്തും ആവശ്യമുണ്ടെങ്കിൽ മറ്റു മേഖലയിലും ബ്രാഞ്ച് സ്ഥാപിച്ച് നടത്തുവാനുള്ള അധികാരം രാജാവിന് വേണ്ടി ദിവാനായ രാമരായർ ഒപ്പിട്ട് തന്ന ലൈസൻസാണ്. ആ ലൈസൻസിലേ ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വ്യവസായമായാലും വിദ്യാഭ്യാസമായാലും ഇതെല്ലാം മറ്റു മേഖലയിൽ കിട്ടാൻ ചോദിക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ലേ? ആ ബാധ്യത ഞാൻ ചെയ്തുള്ളൂ. ഇവർക്കാരും കൊടുക്കരുത് നമ്മളാരും പറയുന്നില്ല, എടുത്തോട്ടെ. ഇപ്പൊ ഇവർ പറയുന്നത് ആ. ഇപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. എന്തുകൊണ്ട് 9 വർഷമായി അല്ലെങ്കിൽ 10 വർഷം പൂർത്തിയാകുന്നു അവരോട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അവരിതുവരെ ഒരു പോളിസി എന്ന നിലയിൽ അപേക്ഷ കാൾ ഫോർ ചെയ്തിട്ടില്ലല്ലോ. മറ്റവരിതുവരെ കൊടുത്തില്ലല്ലോ. കാരണം അവർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടിയാൽ പോരാ. അവർ ഞങ്ങൾ തന്നില്ല, എന്തേ മറ്റൊരു തരാമെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ തന്നില്ല? കാരണം ഇവർ ഭരണത്തിൽ വരാൻ അവരുടെ കൂടെ നിന്നവരല്ലേ ഞാൻ. ഈ ഇടതുപക്ഷത്തെ ഇറക്കാനും UDF ഭരണത്തിൽ വരാനും വേണ്ടി ഇവരോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്ത് ആ UDF ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ വെച്ച ആ ആശയവും അഭിപ്രായവും നടപ്പിലാക്കേണ്ടത് പകരം എല്ലാം ഒറ്റയ്ക്ക് വാരി വലിച്ച അഴിക്കുക എന്നുള്ളത് ശരിയാണോ? UDF ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾക്ക് തന്നോളാമെന്ന് വല്ല ഉറപ്പുണ്ടായിരുന്നോ? LDF ഗവൺമെൻറ്റിന് വരുമ്പോൾ ഞങ്ങൾക്ക് വല്ലതും തരാമെന്ന് ഇവരാരും ഉറപ്പ് വന്നിട്ടില്ല. പക്ഷേ അവരന്ന് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ പറയാത്തത്? ഈ നീതികേട് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അങ്ങേ വർഗീയവാദിയാക്കുന്നത്. പക്ഷേ അങ്ങ് തന്നെ പലപ്പോഴും പറഞ്ഞു, ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ അല്ലെങ്കിൽ നീതികേട് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രീ VK കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നു. അതുപോലെ ഓരോ കാര്യങ്ങൾ നീതികേട് ചൂണ്ടിക്കാണിക്കുമ്പോഴും രംഗത്ത് വന്നിരുന്നത് ലീഗിൻ്റെ നേതാക്കളാണ്. മറുവശത്ത് നോക്കുമ്പോൾ ശ്രീ മുജാഹിദ് ബാലുശ്ശേരി, O അബ്ദുള്ള, KM ഷാജി തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ വളരെ നഗ്നമായ രീതിയിൽ മതം പറഞ്ഞ് സംസാരിക്കുക. മതമാണെന്ന് ഷാജി എത്രയോ പ്രാവശ്യം പറഞ്ഞ് ഈ രാജ്യത്ത് ആരെങ്കിലും പറഞ്ഞോ? വേണ്ട, ബംഗ്ലാദേശിൽ കെട്ടിത്തൂക്കിയിട്ട് ഇതിന് തോന്നല്ല ഹിന്ദുവിനാ. ഇവിടെ എന്താ ചർച്ചയില്ലാത്ത? വേറെ മറ്റ് രാജ്യങ്ങളിലേക്ക് നടന്നിട്ട് എന്തെല്ലാം പ്രതിഷേധം ഇവിടെ എല്ലാവരും നടത്തി. മതമാണ് എന്ന് ഷാജി പറഞ്ഞില്ലേ? അതെ. എന്നിട്ട് എന്താ ചർച്ചയില്ലാത്തത്? ഇവിടുത്തെ എന്നും കുറേ വൈകുന്നേരം ചർച്ച തൊഴിലാളികളുണ്ടല്ലോ ചാനലിൽ. അവരാരും ഇതിലേക്ക് വരുന്നില്ലല്ലോ. എൻ്റെ ചോര കുടിക്കാൻ മാത്രം എന്തിനാണ് വരണത്? എനിക്ക് പാർലമെൻ്ററി മോഹമൊന്നുമില്ല. എന്നെ കൊന്നുകളെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തെ ഒരു ഭയമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒന്ന് കൊല്ലാൻ ശ്രമിച്ചതാണ്, ചത്തില്ല, ഇനിയും നിൽക്കുകയാണ്. കാരണം അഭിപ്രായം പറഞ്ഞ ഭീഷണിപ്പെടുത്തിൻ്റെ മുമ്പിൽ നിന്നും മുട്ടുമടക്കും. ഒരു മുട്ടാളിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനല്ല ഞാൻ. പറഞ്ഞതിൽ നിന്ന് ഉറച്ച് തന്നെ നിൽക്കും. തിരികെ പറഞ്ഞതിൽ നിന്ന് ഉറച്ച് തന്നെ നിൽക്കുകയാണ് ഞാൻ. ഞാൻ തെറ്റുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി ഞാൻ തിരുത്തും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവർ പറഞ്ഞ് ഞാൻ ഒരാളെ വിളിച്ചിട്ട് എന്താണ് തീവ്രവാദി എന്ന് പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ. ഞാനൊരു മാധ്യമപ്രവർത്തനാണപ്പാ. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണ്ടേ മാധ്യമപ്രവർത്തകനായാൽ? ഒന്നുമില്ല, 89 വയസ്സുള്ളൊരു കളവനല്ല ഞാൻ. ഞാൻ ശിവഗിരിയിൽ ഇറങ്ങുമ്പോൾ 12 മണി ഉച്ചയ്ക്ക് നടുറോട്ടിരുന്നാണോ എന്നെ വിചാരണ ചെയ്യേണ്ടത്? അത് ശിവഗിരി എന്ന് പറഞ്ഞ ആ പുണ്യഭൂമിയിൽ മതേതരത്തിൽ തിളങ്ങി നിൽക്കുന്ന പാട്ടിൽ മതം പറയാനാണോ അവിടെ കൂടിയേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്? അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും
റിപ്പോർട്ടർ ടി വിയുടെ ആ കൊമ്പ് കൊണ്ട് എൻ്റെ മുഖത്തേക്ക് കൊണ്ടിരിക്കാം. മാത്രം ചാനലുകളെല്ലാം വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ടുമ്പോൾ ഇയാൾ കൂടുതൽ ഇടതുപക്ഷം എന്ത് തന്നു, അല്ല മറ്റൊരെന്ത് തന്നു എന്ന് വെച്ചുകൊണ്ട് എന്നെ കടന്നാക്രമിക്കുകയാണ്. പറഞ്ഞിട്ടും കേൾക്കാതെ പിന്നെയും വന്നപ്പോൾ ഞാൻ തട്ടി മാറ്റിയെങ്കിൽ ഞാൻ ചെയ്യട്ടെ, ചങ്ങനാശ്ശേരി ചെന്ന് കാണിക്കുമായിരുന്നു. തൻ്റെ ഇടമുണ്ട് അവർക്ക് ചങ്ങനാശ്ശേരി ചെന്ന് കാണിക്കാൻ? ഈ പാവപ്പിടിച്ച സമുദായക്കാരനെല്ലാം കൊണ്ടല്ലേ ഈ കൊന്തും കോലവും കൊണ്ട് ഈ എൻ്റെ ക്രിക്കറ്റ് കുത്താൻ വന്നത്. പിണറായി വിജയൻ്റെ ചെന്ന് കിട്ടുക പറയുക അവർക്ക്. അപ്പോൾ എന്തെടുത്താലും എന്തൊക്കെ ചിലവാകാം എന്നുള്ള ഉള്ളഹങ്കാരം കൊണ്ട് അവർ ഞാൻ പറഞ്ഞ അയാളെ പറ്റി പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? തീവ്രവാദിയാണ്. എടാ, ഇവിടെ തീവ്രവാദമുണ്ട്, മിതവാദമുണ്ട്. മതതീവ്രവാദിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കറിയാൻ പാടില്ല അയാൾ മതതീവ്രവാദിയാണെന്ന്. തീവ്രവാദിയാണ്. തീവ്രമായി സംസാരിച്ചുകൊണ്ട് ഇതും കൊണ്ട് വന്നാൽ അവൻ തീവ്രവാദിയാണ്. മിതമായി സംസാരിച്ചുകൊണ്ടിരിക്കാൻ മിതവാദിയാണ്. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ കട്ടവിൻ്റെ തലേ പൂടയിരിക്കണം എന്ന് പറയുമ്പോൾ തപ്പിയതുപോലെ ആയിപ്പോയി. അവനപ്പോൾ അവനെ തീവ്രവാദി എന്ന് വിളിച്ചെന്താണ്. അവനൊരു പക്ഷേ ആയിരിക്കാം, എനിക്കറിയില്ല. ആകാതായതുകൊണ്ടല്ലേ അവർക്ക് ഇത്ര പെട്ടെന്ന് അത് കയറി കൊണ്ടത്. ഞാനെന്ത് തെറ്റിയത്? ഒരു മര്യാദ വേണ്ടേ? എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോഴും കാണിച്ചതാണ്. ചുരുപാട്ടിൽ നിന്നുകൊണ്ട് ഒരേ സ്ഥലത്തിൽ എൻ്റെ ആവശ്യനും ഇയാളും കൂടി ഒന്നിച്ച് നിന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നില്ലേ, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാൻ അവസരം തരാം. എനിക്ക് പറയാനുള്ള സംഭവം ഞാൻ വിശദീകരിച്ചോട്ടെ. ഇത് കേൾക്കാൻ തയ്യാറാകാത്ത പിന്നെയും കൊണ്ടുവരിക. എന്ത് മര്യാദയാണ്? ഇപ്പോൾ ഒരു മാധ്യമ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു മാധ്യമ സംസ്കാരം ഇതാണ്. ഞാൻ പറയും, ഞാൻ ചോദിക്കുന്നത് വീണ്ടും ചോദിക്കണം, ചങ്ങനാശ്ശേരി ചെന്ന് കാണിക്കാൻ ഒരു തൻ്റെ ഇടം ഉണ്ടോ? ഇവിടെ കയറ്റുമോ? ഒരു കടുങ്കാപ്പ് പോലും തരുമോ? ഇവർ വന്നാൽ എൻ്റെ അതിഥിയായി കണക്കാക്കിക്കൊണ്ട് ഇവരെല്ലാം ഉപചാരങ്ങൾ നടത്തിക്കൊണ്ട് മാന്യമായി പെരുമാറി നല്ല റിലേഷൻഷിപ്പാണ് മാധ്യമങ്ങളുമായിട്ട് എനിക്കിവിടെ ഉള്ളത്. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ സംഘടന ഒരു പ്രതിഷേധ കുറിപ്പ് ഇറക്കിയായിട്ട് ഞാൻ പറഞ്ഞു. മാധ്യമ സംഘടന അവർ പാതിഭാഗം കേട്ട് വിധി എഴുതേണ്ടതല്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ, എന്നോടൊന്ന് വിളിച്ചവർക്ക് ചോദിക്കാമായിരുന്നു സംഭവം അറിഞ്ഞിട്ട്, എന്നിട്ട് പ്രമേയം പാസ്സാക്കാമായിരുന്നു. അതും ചെയ്തില്ല. അവർ ഇന്നിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഒരു ചാനൽ എന്താണ്, എത്ര നാളായി ഈ റിപ്പോർട്ടർ ചാനൽ എനിക്കും സമുദായത്തിനും എതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം തന്നെ ഒരു കോൺഗ്രസ്സിലെ യൂത്തുകാരൻ എന്താ പറയുന്നത്? എൻ്റെ ഫോട്ടോ ഫ്ലെക്സ് എടുത്ത് അരി ഓയിൽ ഒഴിച്ച് കത്തിച്ചാൽ അവന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മലപ്പുറത്ത് എല്ലാം മലപ്പുറമല്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്. ഇതെന്താ ഇവർക്ക് പറയാനുള്ളത്? ഇത് കോൺഗ്രസിന് എന്താ പറയാനുള്ളതെന്ന് അറിയണ്ടേ? ലീഗിന് എന്താ പറയാനുള്ളതെന്ന് അറിയണ്ടേ? ലീഗ് എന്തു പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ ഇമ്രാൻ കൈയും പൊത്തി രാമൻ്റെ മുമ്പിൽ ഹനുമാനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹനുമാനായിട്ട് ആരുടെ മുമ്പിലും നിൽക്കാൻ തയ്യാറില്ല. ഞാൻ രാമനായിട്ട് തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരുടെ മുമ്പിൽ നിന്ന് ഓച്ചാനിച്ച് നിന്നിട്ട് എനിക്കൊരു കാര്യം സഹായിക്കുന്നില്ലെന്നും എനിക്കൊരു രാഷ്ട്രീയ മോഹമില്ലെന്നും ഞാൻ എൻ്റെ സമുദായമായിട്ട് ഞാൻ പോകും. ആ സമുദായത്തിൽ തന്നെ വേണ്ടെങ്കിൽ ഞാൻ വിട്ടിട്ട് പോകും. എൻ്റെ വീട്ടിൽ നല്ല കസേരയാ, ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട. സമുദായത്തിൽ തന്നെ വേണ്ടെങ്കിൽ ഞാൻ പോകും. നിങ്ങൾ ഓർക്കുന്ന എത്രയോ കേസാണ് എൻ്റെ വരുന്നത്. ദൈവം ഗുരുവായൂരും എൻ്റെ കൂടെ ഇല്ലേ? കേസെല്ലാം എങ്ങനെ വന്നു? എല്ലാം എനിക്ക് അനുകൂലമായിട്ടല്ലേ ഇവിടെ തന്നെ വിധിച്ചത്. ഇതിന് പറയും പല മനുഷ്യരാജാക്കന്മാരും ഉണ്ട്, ഇതിന് ഫണ്ട്സാണ് കൊടുക്കുന്നവരുണ്ട്. അവിടെയെല്ലാം പ്രേരണയും പലതുമുണ്ട്. ഇതെല്ലാം പ്രേരണമെങ്കിലും ദൈവവും ഗുരുവും എൻ്റെ ജനവും എൻ്റെ കൂടെയുണ്ട്. അതെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. വളരെ വളരെ താല്പര്യത്തോടു കൂടിയാണ് ആ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ പണ്ട് മന്നത്താചാര്യനും ആർ ശങ്കറും ചേർന്ന് ഹൈന്ദവ ഐക്യത്തിന് വേണ്ടി, ഹിന്ദു ഐക്യത്തിന് വേണ്ടി അന്ന് വളരെ ശ്രമം നടത്തിയിരുന്നു. അവരെ പിന്നീട് കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവരെ പരമാവധി ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ആരും അതിനുവേണ്ടി ശ്രമിച്ചില്ലെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അങ്ങാണ് അതിനു വേണ്ടി ഇറങ്ങിയത്. ഹിന്ദുക്കളുടെ ഐക്യത്തിന് നായർ മുതൽ നായാടി വരെ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങ് ഒരു ചോടുകൂടി കടന്നു പറഞ്ഞു, നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കുമോ അങ്ങ് ആരുടെയെങ്കിലും ഒക്കെ തന്നെ കണ്ണിലെ കരടായിക്കൊണ്ടിരിക്കുന്നത്? സത്യമല്ല. എന്താണ് ഇപ്പോഴത്തെ നസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്.
അവരാരും പറയാൻ പറയുന്നില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ 90% ആളുകളും അതിനോട് യോജിപ്പാണ്. കാരണം അവരുടെ കടന്നുകയറ്റവും അവരുടെ പ്രവൃത്തിയും നിങ്ങൾക്ക് പലതും കണ്ടല്ലോ, അവർ സഹിക്കുകയല്ലേ ഇതെല്ലാം. അതുകൊണ്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിക്കണമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരൈക്യം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അനിവാര്യമായി അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം കൊണ്ടെത്തിച്ചു എന്നുള്ളതല്ലേ നേരെ. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഇവരുടെ ഏകാധിപത്യവും അതുപോലെ മതാധിപത്യവും. ഇപ്പം തന്നെ പറഞ്ഞതല്ല, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, ഞങ്ങൾക്ക് കുറേ അധികം സീറ്റ് കിട്ടിയത്. അതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചോദിക്കുമെന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? അവരുടെ മതമേലധ്യക്ഷൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനിയും സീറ്റ് അവർ കൂടുതൽ മേടിക്കും. ഈ കോൺഗ്രസിന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? അവരുടെ ഗതികളില്ലേ. കോൺഗ്രസ് നല്ലൊരു പാർട്ടിയാണ്. എനിക്ക് ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു വിഷമവുമില്ല, പ്രതിഷേധവുമില്ല. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഗതി എത്ര അധോഗതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവരുടെ മുസ്ലിം ലീഗ് പറഞ്ഞതനുസരിച്ച് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കട കുഞ്ഞിരാമനായ കുരങ്ങന്മാരായി മാറിയെങ്കിൽ അതിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ്? അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയ്ത് മന്ത്രിമാരെയും വകുപ്പും പ്രഖ്യാപിച്ചില്ലേ മലപ്പുറത്ത്. ലോകത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാജ്യത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്നിട്ട് എന്ത് ചുക്കിട്ട് ഇവിടെ വല്ല ചർച്ച ചെയ്താ? വേറുള്ളവരാണ് എന്തെല്ലാം ചർച്ച ചെയ്യാനാ? കുറേ ചർച്ച തൊഴിലാളികളുണ്ടല്ലോ വൈകുന്നേരം. എന്നാൽ എന്നെ ചീത്ത പറയാൻ വേണ്ടി മാത്രം സ്ഥിരം കുറേ ആളുകളെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സത്യവും നീതിയും ധർമ്മവും അറിയാവുന്ന ഒരുപാട് ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവർക്കറിയാൻ ഞാൻ പറയുന്നത് ശരിയാണെന്ന്. എത്രയോ പേര് എന്നെ വിളിച്ചിട്ട്, രാഷ്ട്രീയക്കാർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാരായ ആൾ പറഞ്ഞിട്ടുണ്ട്, ആ ചാനലിനോട് നിങ്ങൾ കാണിച്ചത് അങ്ങേയറ്റം നീതിയാണ്. കാരണം ആ ചാനലിൽ എല്ലാവരും ചീത്ത പറയും, എല്ലാ രാഷ്ട്രീയക്കാരെയും ചീത്ത പറഞ്ഞ് അവർ കേവനാകാൻ ശ്രമിക്കുകയാണ്. ആ ചാനലൊന്ന് സ്വയം അവർ ചിന്തിക്കണം. ഈ റിപ്പോർട്ടർ ചാനൽ അവരുടെ പൂർവാശ്രമം, അവരുടെ ഇപ്പോഴത്തെ ജീവിത രീതി, അവരുടെ വളർച്ച, ഇതിൻ്റെ എല്ലാം ഒരു ആത്മപരിശോധന നടത്തണ്ടേ? ആത്മപരിശോധന നടത്തിയിട്ട് അവർ കുറ്റം ചെയ്യാത്തവരുടെ മുമ്പിൽ കല്ലെറിയിട്ടവർ ഇവരാരാണെന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇതൊക്കെ കൊണ്ടായിരിക്കും അങ്ങ് പറഞ്ഞത് വീണ്ടും UDF അധികാരത്തിൽ വന്നാൽ ലീഗിന് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അധികാര സ്ഥാനമൊക്കെ തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു മാറാടിന് സാധ്യതയുണ്ടെന്ന്. സാധ്യതയുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ ഇത്രയും വർഗീയത ഇന്നിപ്പോൾ എന്താണ് വർഗീയത അങ്ങേറ്റം ശക്തമായി വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഇതൊക്കെ കുറവായിരുന്ന കാലത്താണ് മാറാട് നടന്നത്. ഇന്നിപ്പോൾ വർഗീയതമായിട്ട് വളരെ സംഘടിച്ച് ലീഗ് നേതൃത്വം അതിനെ ഇന്ന് വീതി ഊർപ്പിച്ച് അവർ ശക്തമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇനി UDFൻ്റെ ഭരണം കിട്ടിയാൽ ഒരു മാറാട്, ഇനിയും പല മാറാടും ഇവിടെ നടക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ, കണ്ടോളൂ. ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ ഒരിക്കലും അവർ ഇഷ്ടപ്പെടുന്നവരല്ല ലീഗ്. മാത്രമല്ല അവർ മതസൗഹാർദ്ദം കൃത്യമുള്ളത്. എത്ര ആക്രമണങ്ങൾ ഇവർ കാണിക്കുന്നു. അതിന് സംരക്ഷണം കൊടുത്താര്? അന്നത്തെ ലീഗ് നേതൃത്വം, അന്നത്തെ ലീഗ് മന്ത്രിമാരുമല്ല. ഞാൻ ഇനി അത് ചെയ്യാൻ എന്താ ഉറപ്പ്? 9.5 കൊല്ലമല്ലേ ഈ ഗവൺമെൻറ് ഭരിച്ചിട്ട്. പലയിടത്തും വല്ല മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ, മതവിദ്വേഷത്തിൻ്റെ പേരിൽ വല്ല കലഹം ഇവിടെ നടന്നു. ഇവിടെ തന്നെ ഇതെല്ലാം നടന്ന് ഇങ്ങനെ പോകുന്ന കാരണം സീതാരണ പ്രസ്ഥാനം ഇവിടെ വളർന്നുകൊണ്ടാണ്. ഈ സീതാരണ പ്രസ്ഥാനം വളർന്നു മതവിദ്വേഷം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ നിവൃത്തിയില്ലപ്പാ. എല്ലാവരും സഹോദരരാണ്. നമുക്ക് അതിൻ്റെ അപ്പുറത്ത് കാണാൻ സാധിക്കില്ല. നമ്മളെല്ലാം സഹോദരരായിട്ട് കാണുമ്പോൾ അവരാരും നമ്മളെ സഹോദരരായി കാണാത്തതിൻ്റെ ദുഃഖം എനിക്കുണ്ട്. ഇപ്പോൾ തന്നെ വീണ്ടും ഈ ഇടതുപക്ഷത്തിനകത്ത് പോലും ചില വിവാദങ്ങൾ വന്നിട്ടുണ്ട്. ചതിയൻ ചന്തു പ്രയോഗം, അങ്ങയുടെ കാറിൽ കയറുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. ഇത് എത്രത്തോളം അനിവാര്യമായിരുന്നു ഇങ്ങനെയുള്ള സംഭവം? വേണ്ടായിരുന്നല്ലോ. ഈ CPIയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിവാദവും പ്രതിസന്ധിയും ഇന്നത്തെ ഭരണത്തിനകത്ത് ഉണ്ടാക്കില്ല ഈ സമയത്ത്. അതായത് ആ പുസ്തക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് സർക്കാരിന് പണം വേണ്ടേ? സർക്കാരിന് പണം കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഭരിക്കുന്ന വേറെ ആളുകളാണ്. അവരുടെ സഹായവും സർക്കാരും മേഴ്സിയും പിടിച്ചു പറ്റി കുറേ പണം ഇവിടെ കൊണ്ടുവന്ന്
വിദ്യാഭ്യാസ മേഖലയിൽ മുടക്കാൻ 2,000 കോടിയോളം കിട്ടുന്നതിന് സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ CPI വാളാവുകയും അതിന് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് വേണമായിരുന്നു. ഏതാണ്ട് അത് സാധിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ച ഏതാണ്ട് വലിയ സംഭവം പോലെ CPIക്കാരത് ആഘോഷിച്ചു. ഈ ആഘോഷം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. CPI തന്നെ എത്ര സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അവരെടുക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേന്ദ്ര ഗവൺമെൻറ് സഹായം വേണ്ടേ? ഈ CPI തന്നെ വഹിക്കുന്ന വകുപ്പ് കൃഷി വകുപ്പിലായാലും ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കാശുമില്ലേ? അതൊന്നും ഉണ്ടാകാത്തത്. അപ്പോൾ അതും ചർച്ച ചെയ്യണമെങ്കിൽ അവിടെ ഉള്ളിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? അത് പരസ്യമായി ചർച്ച ചെയ്യാം. എന്നിട്ട് അദ്ദേഹം വലിയ മഹാത്മ്യം പറയാണ് വെള്ളാപ്പള്ളിയെ വണ്ടിയെ കയറ്റി തെറ്റായിപ്പോയെന്ന്. അതൊരു മുഖ്യമന്ത്രിയെ വളരെ കൊച്ചാക്കിയല്ല ഞാൻ. ഇദ്ദേഹം ആരാ? നിങ്ങളെന്നാലും PK വാസുദേവൻ, അതുപോലെ PS ശ്രീനിവാസൻ, TV തോമസ്, അതുപോലുള്ള മഹാന്മാരിരുന്ന് കൊണ്ടന്ന് ഈ പ്രസ്ഥാനത്തെ വളർത്തിയ അതൊരു ചങ്കുറ്റത്തോടും അന്തസ്സോടും കൊണ്ട് വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇത്. അവരെല്ലാം എൻ്റെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടപ്പോൾ. PS ശ്രീനിവാസൻ എൻ്റെ വണ്ടി 44 ഇപ്പോഴും ഇവിടെ കാണുന്നത് ഒരു 2158 1997 മോഡല് പുതുതായിട്ടിറക്കിയപ്പോൾ അന്ന് കൊണ്ട് കിടന്ന ആദ്യം ഗൗരിയമ്മയാണ്. അതുകൊണ്ട് PS ശ്രീനിവാസൻ കൊണ്ടു നടന്നിട്ടുണ്ട്. VKV ജീവിതത്തെ എത്ര വലിയവനാ. അദ്ദേഹം ഒരു എടുക്കുന്നു മേടിച്ചിട്ടില്ല കാശ്. അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ TV തോമസ്. അവരൊന്നും ഈ രാജ്യത്ത് ഏറ്റവും രാഷ്ട്രീയപരമായി വളരെ ഉയർന്ന ചിന്തയെ നിലനിർത്തുന്നത്. ഇദ്ദേഹം അന്നെല്ലാം വടക്കം കണ്ട് വട്ട് കളിച്ച് നടക്കരുന്നപ്പോൾ ഇദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ വണ്ടി കയറ്റുകയില്ല, ഞാൻ കൈനീട്ടും കാശ് മേടിക്കും. എന്തൊരു തറമ്പാണ് ഇതൊക്കെ! എന്തിനാ ഇങ്ങനെയുള്ള ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി വർത്തമാനം പറയുന്നത്? അങ്ങേപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇത്രയും കരുത്തനായിട്ടുള്ള ഒരു സമുദായ നേതാവ്, ഈഴവ സമുദായത്തിൻ്റെ കരുത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരുടെ വോട്ട് ഇന്ന് നിർണായകം തന്നെയാണ്. എന്നിട്ടും ഇത്ര പരസ്യമായി അങ്ങേ വിമർശിക്കുവാൻ എന്തായിരിക്കാം കാരണമെന്ന് തോന്നിയിട്ടുണ്ട്? പിന്നെ വിവരമില്ലായ്മ. വിവരം വേണ്ടേ? പിന്നോക്ക അധസ്ഥിത വർഗത്തിന് കീഴിലാതെ പിന്നോക്ക സമുദായത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് CPI നിൽക്കുന്നത്. CPM ആയാലും ആ തിരിച്ചറിവ് പിണറായിക്കുണ്ട്. അതുകൊണ്ടല്ല പിണറായി വിമർശിച്ചില്ല, ഇനിയും വണ്ടി കയറ്റുമെന്നാണ് പറഞ്ഞത്. അതെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഞാൻ ചതിയും ചതിയും തന്നൊന്നുമില്ല, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഞങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാണ് CPI എന്ന് പറഞ്ഞത്. അതാണ് രാഷ്ട്രീയം. അങ്ങനെയാണ് പറയേണ്ടത് അദ്ദേഹം. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞാൽ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ അഭിപ്രായം. അത് ഇവരൊക്കെ തള്ളിയല്ലേ പറഞ്ഞത് CPI-എമ്മിനെ. അപ്പോൾ ഇവരൊക്കെ എന്തേ പറഞ്ഞു ചോദിച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരാളാണ്. രാഷ്ട്രീയം എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് അറിയാൻ പാടില്ല. ഏതാണ്ട് മുൻപിരുന്ന ആളുടെ വിൽപ്പത്രം എഴുതിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം കിട്ടിയതാണെന്ന് ഞാൻ കേട്ടത്. മുൻപിരുന്ന ആൾ അകാലത്ത് മരിച്ചു പോയൊരു മാന്യനുണ്ടല്ലോ, അദ്ദേഹം വിൽപ്പത്രം എഴുതി വെച്ചിരുന്നു ഇദ്ദേഹത്തെ പിൻഗാമിയായിട്ട് വയ്ക്കണം. ആ വിൽപ്പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതായിരിക്കും, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പാർട്ടി നയിക്കാനുള്ള ആ മെയ്വഴക്കമോ പ്രായോഗിക ബുദ്ധിയോ അദ്ദേഹത്തിന് വേണ്ടത്ര ഉണ്ടോ എന്ന് ഒരു ആത്മപരിശോധന സ്വയം നടത്തുന്നത് കൊള്ളാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് PM ശ്രീ വിവാദം, ഇപ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണുള്ളത്. എന്താണ് പിണറായി 3.0 മൂന്നാം പിണറായി സർക്കാരിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ സജീവമായി നടക്കുന്ന സാഹചര്യമാണ്. എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യത? പിണറായി അങ്ങനെ എഴുതിത്തള്ളാവുന്ന ഒരാളല്ലപ്പാ. ഇവരൊക്കെ ഞാൻ പറഞ്ഞാൽ ഇനിയും വരുമെന്ന് പറഞ്ഞാൽ ഇനിയും ജയിക്കുന്നവൻ വരും. പിണറായിക്ക് ഇനിയും മൂന്നാമതും വോട്ട് കിട്ടിയാൽ ജയിക്കുമെന്ന് ഞാൻ പറയാം. പക്ഷെ അങ്ങനെ എഴുതിത്തള്ളാവുന്നില്ല പിണറായിയുടെ സ്ഥിതി. കാരണം മറുഭാഗത്ത് തമ്മിൽ തല്ലും വെട്ടും കുത്തും അല്ലേ അതിനകത്ത്. കോൺഗ്രസിനകത്ത് വല്ല ഐക്യം ഉണ്ടോ? എത്ര പേര് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്? ലീഗല്ലേ പ്രമാണിത്തം പറഞ്ഞ് മുഴുവൻ നടക്കുന്നത്? ഇത് കണ്ടുകൊണ്ടല്ലേ ബാക്കിയുള്ള സമുദായക്കാർ നിൽക്കുന്നത്? ഇവിടെ ഹിന്ദുക്കളെന്ന് പറഞ്ഞ് മിണ്ടാതെ പ്രാണികളായിട്ടൊരു വിഭാഗം ഇവിടെ ഇല്ലേ? അതുപോലെ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞ വലിയൊരു സമുദായം ഇവിടെ നിശബ്ദരായി മൂകരായി നിൽക്കുന്നില്ലേ? ഇവിടെ ദാർഢ്യങ്ങളെല്ലാം കണ്ട് ഇതെല്ലാം വോട്ട് എങ്ങനെയായി ഭവിക്കുന്നത് എങ്ങനെ അറിയാം?
അതെ. അതുകൊണ്ട് പിണറായി അടുത്ത ഭരണത്തിൽ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളാനൊന്നും ആർക്കും സാധിക്കില്ല. സാധിക്കില്ല. ഒരു കാര്യം 2 ടേം ഭരിച്ചില്ലേ, അതെ. ഇവിടെ ആർക്ക് സാധിച്ചിട്ടുണ്ട്? എന്നിട്ടും ശക്തമായ ഒരു നിലപാട് ഇന്നും പിണറായി ഇവിടെ നിൽക്കുന്നു എങ്കിൽ ആരാണ് പിണറായി? മാത്രമല്ല അവർ ചർച്ചയിൽ തന്നെ പറഞ്ഞില്ല, അടുത്തൊരു മുഖ്യമന്ത്രിയാകാനോ പാർട്ടി ലീഡറാകാനോ പിണറായി അല്ലാതെ മറ്റൊരു പിണറായി അവരുടെ ഇവിടെ നിന്ന് LDF ഇല്ല. നേതാവായി വരാനും പിണറായി അല്ലാതെ മറ്റൊരു പിണറായി വെക്കാനും അവരുടെ കയ്യിലില്ല. അങ്ങനെയാണ് കേരള രാഷ്ട്രീയം. അദ്ദേഹത്തെ പറ്റി അഭിപ്രായ വ്യത്യാസം പലതും പറയാം. പിന്നെ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമാണ്. അതെ. അതല്ലെങ്കിൽ ഇതെല്ലാത്തിനെയും കൂടെ എങ്ങനെ കൊണ്ടുപോകും? എത്ര രാഷ്ട്രീയ പാർട്ടി ചേർന്നതാണ് ഈ LDF. അത് ചെറുതും വലുതുമായ എല്ലാത്തിനും സ്ഥാനം കൊടുത്തില്ലേ? മന്ത്രിമാരില്ലെങ്കിൽ അവരുടെ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു മന്ത്രിയായെങ്കിൽ അവന് മന്ത്രിയാക്കിയിട്ടുണ്ട്. ഇത്തരം ഔദാര്യമായിട്ട് ഘടകകക്ഷികൾക്ക് സ്ഥാനം കൊടുത്ത ഒരു മുന്നണി സംവിധാനം ഈ LDF ഇന്നുള്ളത് പോലെ വേറെ എവിടെയുണ്ട്? വേർന്ന് അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈഴവർ സ്വന്തം കരുത്ത് തിരിച്ചറിയണം, ഈഴവർ ഇതുവരെ ചെയ്തിട്ടുള്ളത് കൊടിയുടെ നിറം നോക്കി വോട്ട് ചെയ്യുന്നതാണ്, അവർ എന്ന് ജാതി നോക്കി വോട്ട് ചെയ്യുന്നുവോ അന്ന് മാത്രമേ അവർക്ക് പ്രബലരാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. BDJSന്റെ പ്രസക്തി എന്താണെന്ന് കൂടിയാണ് അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുന്നത്. കാരണം അതിന് വലിയൊരു രാഷ്ട്രീയ ഭാവിയുണ്ടെന്ന് പല നിരീക്ഷകരും പറയുന്നുണ്ടെങ്കിലും ഇനിയും അത് ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചിലർ നിങ്ങൾ ചോദിക്കുന്നു. പറഞ്ഞത് ശരിയാണ്. BDJS എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടിയുടെ മാലും ചൂലും അല്ല. എനിക്ക് അങ്ങനെ നിൽക്കാനുള്ളൂ. കാരണം SNDPയുടെ അകത്ത് ഈ സംഘടനകത്ത് എല്ലാ പാർട്ടിയുണ്ട്. ഒരു പ്രത്യേക ഒരു പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കാനോ പ്രത്യേക ഒരു പാർട്ടിയെ നശിപ്പിക്കാനോ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. BDJS അവർ വേണ്ടത്ര വളർന്നോ എന്ന് ചോദിച്ചാൽ വളർന്നിട്ടില്ല. വളർത്തേണ്ടത് ആരായിരുന്നു? ഇവിടുത്തെ BJPക്കാരായിരുന്നു. അവരുമായിട്ടല്ലേ ചേർന്ന് നിൽക്കുന്നത്. 10 കൊല്ലം നടന്നിട്ട് എന്ത് കിട്ടി? അവർക്ക് പരിരക്ഷ കിട്ടിയോ? അത് ഇവിടെ 3 MP-മാരെയും 3 മന്ത്രിമാരെയും സൃഷ്ടിച്ച് ക്രിസ്ത്യാനികളാണ് ഇല്ലേ? 3 പേരെ. ഒന്ന് PC തോമസ്, ഒന്ന് കണ്ണന്താനം, പിന്നെ ഇപ്പോൾ ഒരാൾ. 3 ക്രിസ്ത്യൻസിനെ MP ആക്കി മന്ത്രിയാക്കി. അതുപോലെ ഗവർണർമാരെ നോക്കും, എത്ര പേര് ഒരു പിന്നോക്കക്കാരാണ് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ അവർ ചിന്തിക്കേണ്ടതാണ്. ഇതൊന്നുമില്ലാതെ പോയാൽ, കാരണം കൂടെയുള്ള ഘടകകക്ഷികളെ നിങ്ങൾ LDF നോക്കും. പിണറായി ഒന്നുമില്ലെങ്കിൽ അല്ലാത്ത കക്ഷികൾക്ക് വരെ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു MLA അവനെ മന്ത്രിയാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് ഈ BJP കേരള ഘടകം ഇവര് വേണ്ടത്ര പരിരക്ഷയോ പ്രോത്സാഹനമോ കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഒരു ആക്ഷേപം BDJSനകത്തുണ്ട് താനും. പക്ഷെ ഇന്നിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ അത് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഗണനയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഒരു മാന്യനാണ്, മര്യാദക്കാരനാണ്. പക്ഷേ രാഷ്ട്രീയത്തിലെ എല്ലാ അടവ് നയമൊന്നും പുള്ളിക്ക് അറിയില്ല. രാഷ്ട്രീയം അറിയാമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. അയാൾ സത്യസന്ധനായ നേരെ പോകുന്ന ഒരു പച്ചയായ നല്ലൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം പറയുന്നത് വികസനവുമാണ്, വികസനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനേക്കാൾ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നല്ല സ്വഭാവമല്ലേ? കാരണം ബാക്കി രാഷ്ട്രീയക്കാരെല്ലാം പരസ്പരം കുറ്റം പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലിയും നശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? എൻ്റെ രാജ്യത്തിന് വികസനം. പക്ഷെ അദ്ദേഹത്തിന് ചെറിയ തെറ്റ് പറ്റിയില്ലേ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ശ്രീലേഖ അവിടുത്തെ കോർപ്പറേഷൻ ചെയർമാനാക്കാൻ പുള്ളി ശ്രമിച്ചു എന്നും പറഞ്ഞൊരു ആക്ഷേപമുണ്ട്. അത് വേണ്ടായിരുന്നു. പാർട്ടിയെ വളർത്തുകയും ഉയർത്തുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത ഇന്നത്തെ നേതൃത്വം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ അർഹൻ. അവളി തന്നെയാണ്, രാജേഷ് തന്നെയാണ്. അവരൊരുപാട് വിയർപ്പ് ഒലിച്ചതല്ലേ. ഇന്നലെ മെമ്പറായി വന്ന ഒരു IPSകാരി റിട്ടയർ ചെയ്തപ്പോൾ ഓടിക്കയറി BJP ആക്കി, ഉടനെ കോർപ്പറേഷൻ ചെയർമാനാക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പാർട്ടിയുടെ അകത്ത് അത് പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. അത് രാജീവ് ചന്ദ്രശേഖരനാണ് അതിനോട് പിൻബലം കൊടുത്തത് എന്ന് പത്രത്തിൽ കണ്ടതാണ്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷെ അത് അങ്ങനെ ഒരു ചിന്തയെ പാടില്ലാത്തതാണ്. വേറൊരു കാര്യം സർ, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഈ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ
അവിടെ ഇവാഞ്ചലിസ്റ്റുകൾ പിടിമുറുക്കുന്നതായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തമിഴ് പുലികളുടെ ഒരു തമിഴ് ഈഴത്തിൻ്റെ ഒരു പ്രഭാവം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവർ ഒരു വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതായി അവരുടെ പല പ്രവൃത്തികളിൽ നമുക്ക് അവിടുത്തെ സർക്കാരിൻ്റെ പോലും പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പല ശക്തികൾ, വിദേശത്ത് നിന്നുള്ള ശക്തികൾ ഇത്തരത്തിൽ ജനങ്ങളെ വിഘടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷണം വന്നുകൊണ്ടിരിക്കുന്നത് ലീഗിനുള്ളിലേക്ക് തീവ്ര നിലപാടുകാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നതെന്നാണ് അങ്ങയുടെ? വളരെ അപകടകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തീവ്രമായ അപകടങ്ങളിലേക്ക് പോവുകയും ലീഗ് എന്ന് പറഞ്ഞാൽ മിതവാദികളെന്ന് പറയുകയും അതിനകത്ത് മുഴുവൻ തീവ്രവാദികൾ കയറിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടല്ലേ ഒരു ഷാജി കയറി മതമാണ് മതമാണ് മതമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചയില്ലല്ലോ. ലീഗിനകത്ത് തന്നെ ഒരുപാട് കയറിയിരിക്കുന്ന മുഴുവൻ തീവ്രവാദി മുസ്ലിങ്ങളാണ്. അവിടെ വിദേശത്തെ പുറത്ത് സംസാരങ്ങളിലെ ഞങ്ങൾ ജനങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രസംഗിക്കണതും അവിടെ പോയി പ്രസംഗിക്കുന്നതും ഒരു ഗഫൂറുണ്ട്. അദ്ദേഹം ഡോക്ടർ ഫസൽ ഗഫൂർ. ഡോക്ടർ ഗഫൂർ അദ്ദേഹം കൂടെ ഒന്ന് വലിയ സുഖപ്പെട്ട വർത്താനം പറയും. വിദേശത്ത് പോയി ചെയ്യുന്നത് ആർഗ്യുമെന്റ്സ്. അതുപോലെ ഈ പറഞ്ഞ ഷാജി, ഇവരൊക്കെ എന്താ കാണിക്കുന്നത്? ഈ കേരളം കാണുന്നില്ലേ? ഇതെന്താ ഇവിടെ ചർച്ചയാകത്തത്? ഇവിടെ ചാനലുകാർക്ക് എന്താ ഉണ്ടാകുന്ന നാവില്ലേ? അവരെന്തേ നാവ് കഴിഞ്ഞ് അവർ ഭയം എന്ന് പറഞ്ഞ ഭയം. ഇന്നിവരെല്ലാം ഭയന്നാണ്. ഈ തീവ്രവാദികളെ ഭയക്കുന്നു ഈ സാധാരണ ജനങ്ങൾ എന്നുള്ള സത്യം നിലനിൽക്കുകയാണ്. എങ്ങോട്ട് കേരളം പോകുന്നു? ഇന്ത്യ എങ്ങോട്ട് പോകുന്നു? 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിൻ്റെ? സ്വതന്ത്രമായി മലപ്പുറം വേണമെന്ന് ആവശ്യപ്പെട്ടവരല്ലേ രാജ്യം. ഒരു 10 വർഷം കഴിഞ്ഞുള്ള കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയാണ് കാണുന്നത്. വളരെ അപകടകരമായിട്ട് ഒരു മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോകുന്ന രീതിയല്ല, മതവിദ്വേഷം പരത്തിക്കൊണ്ടും അതിലിടെ നിന്നുകൊണ്ട് തമ്മിലൊഴിപ്പിച്ച് അതിന് ചോര കൂട്ടി കൊടുക്കുന്ന കുറുക്കന്മാരാണ് പലരും രാഷ്ട്രീയത്തിൽ നിന്നുള്ള. അങ്ങ് നീണ്ട 30 വർഷമായി SNDP യോഗത്തിൻ്റെ അമരത്തെത്തിയിട്ട് വളരെ ശക്തമായൊരു നേതൃത്വം പ്രസ്ഥാനത്തിന് നൽകി, കെട്ടുറപ്പുണ്ടാക്കി, അതിൻ്റെ ശാഖകൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോലും അങ്ങ് വ്യാപിപ്പിച്ചു. അങ്ങയുടെ കീഴിലാണ് അത് നടന്നത്. പല രാജ്യങ്ങളിലായിട്ടുണ്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു ഇത്രയും നാളത്തെ നേതൃത്വത്തിലെ ചിലവഴിച്ച സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ? എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, അതോടൊപ്പം സങ്കടമുണ്ട്. അതെന്താണ്? എന്നുവെച്ചാൽ ഈഴവൻ്റെ ഗുരു പറഞ്ഞ പോലെ കടപ്പുറത്തെ മണൽ പോലെയാണ്. എനിക്കെതിരായി കേസ് പറയാനും പ്രസ്താവന ഇറക്കാനും ഈഴവനുണ്ട്. നിങ്ങൾ നമുക്ക് എന്ത് വൃത്തികേട് ചെയ്താലും എന്ത് ഭീകരപ്രവർത്തനം ചെയ്താലും അത് ന്യായീകരിച്ച് മാത്രം പറയാനല്ലേ മുസ്ലിം ലീഗിനകത്തുള്ളൂ. മുസ്ലിങ്ങൾ എന്ത് ചെയ്താൽ അതിനല്ലേ ന്യായം പറയാൻ ചാനലിലും അവരുടെ സമുദായത്തിൽ നിന്ന് അവർക്കെതിരായി പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഏത് ഭീകരത കാണിച്ചാലും. അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം വേറെ ഉണ്ടെങ്കിൽ ആ സമുദായത്തിൽ നിന്ന് അവർക്കെതിരെ പറയാൻ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഈഴവ സമുദായത്തിൽ വേണ്ട, NSSനെതിരെ കാര്യമായി ശബ്ദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം തന്നെ സമ്മേളനം നടന്നല്ല, പലരും അവിടെ ഇവിടെ നിന്നും പറയണമെന്നല്ലാതെ ആ മഹാവേദിയിൽ ഒന്നും ആരും പറഞ്ഞില്ല. അതേപോലെ എനിക്കെതിരായി പുറത്തുനിന്ന് പറയാനും കേസ് പറയാനും പ്രസ്താവന ഇറക്കാനും എത്ര പേരുണ്ട്? അതിന് പണം കൊടുക്കാനും സമ്പന്നരായ പലരും ഈ സമുദായത്തിലില്ലേ? എത്ര കൊല്ലമായി, എത്ര കേസാണ് ഞാൻ നടത്തുന്നത്? ഞാൻ നിസ്വാർത്ഥമായി എന്നെ കൊണ്ടൊക്കുന്നതെല്ലാം കേരളത്തിലല്ല, ഇന്ത്യയിൽ, ലോകത്ത് ഈഴവൻ എവിടെയുണ്ടോ അവിടെ എല്ലാം ചെന്നുകൊണ്ട് ഞാൻ സംഘടിപ്പിച്ചവനാണ്. ഞാൻ ഈഴവനെന്ന് അറിയാനും ഈ ലോകത്ത് ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ടെന്ന് അറിയിക്കാനും എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒരുപാട് വിയർപ്പ് ഒഴുക്കിയിട്ടുണ്ട്, ഒരുപാട് ത്യാഗം. അതായത് എൻ്റെ തൊഴിൽ വരെ ഉപേക്ഷിച്ചിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ആ പ്രവർത്തനത്തിന് ഫലം ഒരുപാട് കാണുന്നുണ്ട്. എവിടെ ചെന്നാലും എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട്, ഇന്ന് തന്നെ പുറക്കാണിപ്പോൾ എന്തോ ജനമാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാടുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെയുള്ള ചില പുഴുക്കുത്തുകൾ ഉള്ള കടന്നാക്രമണം, അത് മീഡിയകൾ വരുമ്പോൾ ബൂസ്റ്റ് ചെയ്ത് കാണിക്കാം. ബൂസ്റ്റ് കാണിക്കുമ്പോൾ ഇവിടെ എന്തോ വലിയ മഹാസംഭവം നടക്കുന്നു. ഇപ്പം തന്നെ ഒരു കേസ്
ഇപ്പൊ കണ്ടില്ലേ സുപ്രീം കോടതി ഹൈക്കോടതിയിലെ വിധി, പ്രാതിനിധ്യ വോട്ട് മതിയെന്ന്. അതെ. ഇത്ര നാള് ഇത്ര കൊല്ലം കേസ് പറഞ്ഞ് അതെ. എത്ര രൂപ കളഞ്ഞ് എതിരാളികൾ ആര്, ഇതെല്ലാം സമുദായത്തിൽപ്പെട്ടവർ തന്നെയല്ലേ ചെയ്തത്. ഇതെല്ലാം മറ്റു സമുദായത്തിൽ എന്താ ഇല്ലാത്തത്? എന്നും നമുക്ക് കോടാലിയായിട്ട് സമുദായത്തിൽ തന്നെ ചില ക്ഷുദ്രജീവികൾ പുറത്തു നിന്ന് അകത്ത് നിന്ന് പണി ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ അകത്ത് എനിക്കൊരു എതിരാളിയില്ല. അവരെല്ലാം ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചു നിന്ന് എന്നെ സഹകരിച്ചും സഹായിച്ചും എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതി അത് അനാരോഗ്യകരമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. താൻ തൻ്റെ സമുദായത്തിൻ്റെ നീതിക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ആക്രമണ രീതി, വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി, ഇത്തരത്തിൽ ഉള്ള ഒരു സമീപനം ശരിയാണോ എന്ന് ചിന്തിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും വളരെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം ഈ ചർച്ചയിൽ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇത്രയേറെ സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും ഇന്ന് സാധിക്കുമോ എന്നുള്ള കാര്യവും സംശയവുമാണ്. മറ്റൊന്ന് പറയട്ടെ, ഹിന്ദുക്കളുടെ ഐക്യത്തിന് വേണ്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഹിന്ദു മുതൽ നസ്രാണി വരെ, അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയപ്പോഴാണ് താൻ ഇത്രയേറെ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിന് ഒരുപാട് മാനങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യവും ആരോഗ്യവും നേരാം. ഇനിയും ഒട്ടേറെ നാൾ സംഘടനയെ ശക്തമായി നയിച്ചുകൊണ്ട് സമുദായത്തെ മികച്ച രീതിയിൽ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം നന്ദി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.